രാവിലെ കുളി കഴിഞ്ഞു ഒരു ടവല് മാത്രം ചുറ്റി വരുന്ന ലക്ഷിനെ കണ്ട് ശിവാനി മുഖം തിരിച്ചു. അയ്യേ, നാണമില്ലാത്തവൻ. ശിവാനി പതുക്കെ പറഞ്ഞതാണെങ്കിലും ലക്ഷ്യ ശരിക്കും കേട്ടിരുന്നു. ശിവാനിയുടെ തൊട്ടരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, ശിവാനി വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവാനി ചുമൽ കൂച്ചി. ഈ പറഞ്ഞ നാണൊക്കെയും ഞാൻ ഇന്നലെ രാത്രി കുറേ കണ്ടതാ. ലക്ഷ്യ അവളെ പാളി നോക്കിക്കണ്ട് പറഞ്ഞതും ശിവാനി ചോദിച്ചു, എന്തുവാ? അതിന് മറുപടിയായി ലക്ഷ് മറ്റൊരു ടവലെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ തലയൊന്ന് തോർത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. ഞാനോ? എന്തേ? ഇയാൾക്ക് തനിയെ ചെയ്തൂടെ? അത് പിന്നെ ഇന്നലെ നിന്നെ ആവേശത്തിൽ പൊക്കിയപ്പോഴേ എൻ്റെ കൈയൊന്ന് ഉളുക്കിയിരുന്നു. അതുകൊണ്ടേ കൈ പൊക്കാൻ പാടാണ്. എന്നിട്ട് ഇന്നലെ അതിൻ്റെ ഒരു ലക്ഷണവും കണ്ടില്ലല്ലോ. ഇന്നാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയുന്നത്. തീരെ വയ്യ, പെട്ടെന്നൊന്ന് തോർത്തിക്കേ എന്നും പറഞ്ഞ് ബെഡിലിരുന്നതും ശിവാനി സംശയത്തോടെ അവനൊന്ന് നോക്കി. ചുരിദാറിൻ്റെ ഷോളെടുത്ത് ദേഹം നല്ലോണം കവർ ചെയ്ത് അവൻ്റെ തല തോർത്തി കൊടുക്കാൻ തുടങ്ങി. അത് കണ്ട് ലക്ഷ് പറഞ്ഞു, നീ ഉദ്ദേശിച്ചതേ എനിക്ക് മനസ്സിലായല്ലോ. കള്ളക്കണ്ണനെന്നേ അമ്മ പറയുന്നത് ചുമ്മാതല്ല. എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ, പിന്നെന്താ? ഇഫ് ഐ വാണ്ട് ടു സീ ഇറ്റ് ഐ വിൽ ഷുവർലി സീ ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് നീഡ് യുവർ പെർമിഷൻ. കേട്ടോടി പുന്നാര മോളെ. ശിവാനി മുഖം കൂട്ടിക്കൊണ്ട് തൻ്റെ പ്രവൃത്തി തുടർന്നു. അവൾ തല തോർത്തി കൊടുക്കാൻ നേരം അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ മുഖത്തായിരുന്നു. അതെ, നമ്മളെപ്പോഴാണ് ഊട്ടിക്ക് പോണത്? ഇന്ന് തന്നെ പോന്നോ? ഊട്ടിയിലേക്കോ? എന്തിന്? ലക്ഷ്യം ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നിങ്ങളുടെ കുഞ്ഞമ്മയുടെ കല്യാണം കൂടാൻ പോടുന്നു. പറ, എപ്പോഴാ പോണത്? എൻ്റെ ശിവാനി, ഞാൻ നിന്നെ ഇന്നലെ പറ്റിച്ചതാ. നീ ഇപ്പോഴേക്കത് വിശ്വസിച്ചോ? അത് കേട്ട് ശിവാനി ടവൽ അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു. ദുഷ്ടൻ, ഇന്നലെ നുണ പറഞ്ഞിട്ട് എൻ്റെ മൂഡ് മാറ്റി എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. ഞാനാണേ ഇന്ന് ശ്രാവണിനെ കാണാൻ പറ്റുമല്ലോ എന്നോർത്ത് എല്ലാത്തിനും നിന്ന് തരികയും ചെയ്തു. എന്നിട്ടിപ്പോൾ പറ്റിച്ചതാണെന്ന്. ഇനി എന്നെ തൊടാൻ വാ, കാണിച്ചു തരാം ഞാൻ. അന്നത്തെ പോലെ മുളക് കണ്ണിലേക്ക് സ്പ്രേ ചെയ്യും, നോക്കിക്കോ. ശിവാനി, നീ ഇന്നലെ എനിക്ക് എത്ര ഉമ്മയാ തന്നത്? 5 അതോ 6? ബെഡിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് ലക്ഷ് ചോദിച്ചു. അത് കേട്ട ശിവാനി അവൻ്റെ മേലേക്ക് തലയണ എടുത്തെറിഞ്ഞു. പിന്നീട് അവളെ വാർഡ്രോബിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഓഫീസിലേക്കുള്ള യാത്രക്കിടയിലാണ് ലക്ഷ് തൻ്റെ വണ്ടി സിറ്റിയിലെ വലിയൊരു ജ്വല്ലറി ഷോപ്പിന് മുന്നിൽ നിർത്തുന്നത്. അതുകൊണ്ട് ശിവാനി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല, ഇവിടെ എന്തിനാ നിർത്തിയത്? അത് പിന്നെ ശിവാനി, നമുക്കേ ഇവിടുന്ന് ഓരോ ബിരിയാണി കഴിച്ചിട്ട് പോവാന്ന് കരുതി നിർത്തിയതാ. നിങ്ങളെന്താ കളിയാക്കുവാണോ? പിന്നല്ലാതെ ജ്വല്ലറിയിൽ ആൾക്കാർ വരുന്നത് എന്തിനാ? സ്വർണ്ണം എടുക്കാൻ. അപ്പോൾ പിന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈടെയായി നിനക്കേ അനാവശ്യ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലാണ്. സോറി, അക്കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ നിങ്ങളെ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ഒരു ചോദ്യാവലി തയ്യാറാക്കി തന്നാൽ മതി. അപ്പം പിന്നെ ഞാൻ അതിലുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതിയല്ലോ. അതും പറഞ്ഞ് ശിവാനി മുഖം തിരിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാക്കണ്ട, അത് കഴിഞ്ഞ് എക്സാം കൂടി നടത്താം. എന്തേ മണ്ടത്തരം എഴുന്നള്ളിക്കാതെ ഇറങ്ങേണ്ട ശിവാനിയെ. അല്ല, ആർക്കാ ഇപ്പോൾ സ്വർണം വാങ്ങണേ? ഈ ഒരു ചോദ്യം പാടുണ്ടോ ആവോ? അത് പിന്നെ ശിവാനി, എൻ്റെ എക്സിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. നിന്നെ ഞാൻ കെട്ടിയതും ആളാകെ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ കുത്തിയിരിപ്പാ. അപ്പം ഞാൻ കരുതിയേ പാവത്തിന് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ പിരിയാന്ന്. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് ഇക്കാര്യം എന്താ എന്നോട് പറയാഞ്ഞത്? അതിന് നീ എന്നോട് അക്കാര്യം ചോദിച്ചില്ലല്ലോ ശിവാനി. ഓ, അവിടെയും തെറ്റെൻ്റേത്. ശിവാനി മുഖം തിരിച്ചു. ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശിവാനിയുടെ മുഖം വാടിയത് ലക്ഷ് ശ്രദ്ധിച്ചിരുന്നു. ഇവൾ ഇത്രയും മണ്ടിയാണെന്ന് അറിഞ്ഞില്ലല്ലോ ദൈവമേ. എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. എങ്കിൽ കുറച്ചുകൂടി എരി കയറ്റി വിട്ടേക്കാം എന്നും മനസ്സിൽ പറഞ്ഞ ലക്ഷ അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാനെങ്ങും ഇല്ല, നിങ്ങൾ പോയി വാങ്ങിച്ചാൽ മതി. കാമുകിക്ക് സ്വർണം വാങ്ങിക്കാനേ എൻ്റെ പട്ടി വരും എന്നും പറഞ്ഞ് ശിവാനി ഇറങ്ങിയില്ല. ലക്ഷ അവളെ ശ്രദ്ധിക്കാതെ നടക്കുന്നത് കണ്ടതും ശിവാനിക്ക് ദേഷ്യം വന്നു. വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു സന്തോഷം. ഒന്നുകൂടി നിർബന്ധിച്ചിരുന്നേ ഞാൻ വരുമായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ എന്നെ കൂട്ടാതെ ഏതോ ഒരുത്തിക്ക് സ്വർണം വാങ്ങുന്നത് എനിക്ക് കാണണമല്ലോ എന്നും പറഞ്ഞ് ശിവാനി വണ്ടിയിൽ നിന്നിറങ്ങി അവൻ്റെ പിറകെ വെച്ച് പിടിച്ചു. അത് കണ്ടതും ലക്ഷ്യയുടെ ഉള്ളിൽ ചിരി വിരിഞ്ഞു. എനിക്കറിയായിരുന്നു ശിവാനി നീ വരുമെന്ന് ലക്ഷ് മനസ്സിൽ പറഞ്ഞു. ശിവാനി ജ്വല്ലറിക്ക് അകത്തിരുന്ന് തൻ്റെ ഫോണിലുള്ള ശ്രാവിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൾക്ക് അവനെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ലക്ഷ് പലരുമായും സംസാരിക്കുന്നുണ്ട്. അന്നേരമാണ് ഒരു സെയിൽസ്മാൻ വന്ന് ശിവാനിയോട് ചോദിക്കുന്നത്, എവിടെയാണ് മാഡം മാർക്ക് ചെയ്യേണ്ടത്? ഇയാൾ എന്ത് തേങ്ങയായി ചോദിക്കുന്നത്? ശിവാനി മനസ്സിൽ പറഞ്ഞു. ചിലപ്പോൾ ആള് മാറിയതാവും എന്ന് കരുതി ശിവാനി ഒന്നും മിണ്ടിയില്ല. മാഡം, മൂക്കിൽ മാർക്ക് ചെയ്യട്ടെ? മാർക്കോ? എന്തിന്? അപ്പം നോസ് റിങ് വെക്കണ്ടേ? നോസ് റിങ്ങോ? എനിക്ക് നോസ് റിങ് ഒന്നും വേണ്ട. പക്ഷെ ആ സാർ വേണമെന്നാണല്ലോ പറഞ്ഞത്. ലക്ഷ്മിയെ ചൂണ്ടി അയാൾ പറഞ്ഞു. എങ്കിലേ സാറിൻ്റെ മൂക്കിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യും.
എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓർക്കുമ്പോഴേ പേടിയാ. ശിവാനിയുടെ പറച്ചിൽ കേട്ടുകൊണ്ടാണ് ലക്ഷ് അങ്ങോട്ട് വന്നത്. എന്താ ശിവാനി കൊച്ചുകുട്ടികളെ പോലെ? 1 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, എനിക്ക് പേടിയാന്നല്ലേ പറഞ്ഞത്? അതുമല്ല, എനിക്ക് മുക്കുത്തിയൊന്നും ചേരില്ല. ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നീയാണോ തീരുമാനിക്കുക? അവിടെ അടങ്ങിയിരുന്നേ എന്നും പറഞ്ഞു അവളുടെ കയ്യിൽ പിടുത്തിട്ടു. എന്നിട്ട് അയാളോട് മാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അയാൾ മാർക്ക് ചെയ്ത് ശിവാനിക്ക് മിറർ കൊടുക്കാൻ നേരം ലക്ഷ് പറഞ്ഞു, അതൊക്കെ ഓക്കെയാണ്, ഇയാൾ പെട്ടെന്ന് ചെയ്യില്ലല്ലേ, ഇവള് ചാടിപ്പോവും. കണ്ണേട്ടാ വേണ്ടെന്ന്, വേദനിക്കും, മൂക്കിലെ നല്ല വേദനയായിരിക്കും. പ്ലീസ് ശിവാനി, എനിക്ക് വേണ്ടി പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, സമ്മതിക്ക്. അത് കേട്ടതും ശിവാനി കണ്ണടച്ചിരുന്നു. അവൾ ലക്ഷിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു. തൊട്ടടുത്ത നിമിഷം അവളുടെ മുക്കിൽ അവളുടെ ആ കണ്ണമർന്നതും ശിവാനി ഒന്ന് ഏങ്ങിപ്പോയി. ലക്ഷിൻ്റെ കൈ അവൾ പിടിച്ചു ഞെരിച്ചു. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നിറഞ്ഞ കണ്ണോടെ അവളെ നോക്കി പേടിപ്പിച്ചു. എന്നാൽ അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ മൂക്കിലായിരുന്നു. അവളുടെ മുഖത്തിന് നേരെ കണ്ണാടി ഉയർത്തിയതും നിറഞ്ഞ കണ്ണാലെ ശിവാനി കണ്ണാടിയിലേക്കൊന്ന് നോക്കി. ആദ്യം ദേഷ്യമൊന്ന് തോന്നിയിരുന്നെങ്കിലും മൂക്കിലെ മൂക്കുത്തിയിലേക്ക് നോട്ടം പോയപ്പോൾ അവൾക്കും ഭംഗിയുണ്ടെന്ന് തോന്നി. മെല്ലെ മൂക്കിലേക്കൊന്ന് തൊട്ടു നോക്കി. ബ്യൂട്ടിഫുൾ, ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയുണ്ട്. ലക്ഷ് അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അപ്പോൾ ഇതിനായിരുന്നു ഇവിടെ വന്നത്? അപ്പോൾ കാമുകി? ചുമ്മാ പറഞ്ഞതായിരിക്കും. പാവം കണ്ണേട്ടെ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ശിവാനി മനസ്സിൽ പറഞ്ഞു. സാറിൻ്റെ ഗോൾഡ് റെഡി ആയിട്ടുണ്ട്, ബിൽ പേ ചെയ്യാല്ലേ എന്ന് ലക്ഷിനോട് ഒരു സെയിൽസ്മാൻ വന്ന് പറഞ്ഞതും ശിവാനിയുടെ മുഖം വീണ്ടും മങ്ങി. ഗോൾഡിൻ്റെ കവറും കൈ പിടിച്ചു ലക്ഷ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നാലെ വാടിയ മുഖത്തോടെ ശിവാനിയും. ബാക്ക് ഡോർ തുറന്നു എന്തോ വെച്ച ലക്ഷ് ഗോൾഡ് കവർ ശിവാനി ഇരുന്നതിൻ്റെ അടുത്ത് ഡാഷ്ബോർഡിന് മുകളിൽ വെച്ചു. വണ്ടി നീങ്ങി തുടങ്ങി. ശിവാനിക്ക് ആ കവറിൽ എന്താ ഉള്ളത് എന്നറിയാതെ ഇരിക്കപ്പോർതിയില്ലാതെ വന്നപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് ആ കവറെടുത്തത് നോക്കി. അന്നേരം അതിൽ ഗോൾഡും ഒന്നും ഇല്ലായിരുന്നു. എന്താ? ലക്ഷ്മി അവളുടെ പ്രവൃത്തികൾ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്ത് കാട്ടിയില്ല. അല്ല, ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ, എന്ത് ഗിഫ്റ്റാണെന്ന് അറിയാൻ നോക്കിയതാ, ശിവാനി പറഞ്ഞൊപ്പിച്ചു. ഓ അങ്ങനെ, ഓക്കെ. അല്ല, അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച സാധനം എവിടെ? അത് ബാക്കിലേ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാഗിൽ സേഫായി ഇരിപ്പുണ്ട്, ഡോൺ വറി. എനിക്ക് കാണിച്ചില്ലല്ലോ. ശിവാനി വീണ്ടും അഭിമാനം പോകണമെങ്കിൽ പോട്ടെ എന്ന് കരുതി ചോദിച്ചു. അത് നിനക്കല്ലല്ലോ, പിന്നെ എന്തിനാ നീ കാണുന്നത്? ഇത്തവണ ലക്ഷ്യൻ്റെ മറുപടി കേട്ട് അവൾക്ക് ചെറിയ വിഷമം തോന്നി. കുറച്ചു നേരം അവളൊന്നും മിണ്ടിയില്ല. ഇത്രയും നാൾ എന്തൊരു സ്നേഹമായിരുന്നു, ഞാൻ ഒന്ന് വളഞ്ഞു എന്ന് തോന്നിയപ്പോൾ ആൾക്ക് ഒടുക്കത്തെ ജാട. കാണിച്ചു തരാം, അതും മനസ്സിൽ പറഞ്ഞ് ലക്ഷ്മിയോടായി പറഞ്ഞു. ഞാനിന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. എന്താ പെട്ടെന്നൊരു തീരുമാനം? പെട്ടെന്നൊന്നും തീരുമാനിച്ചതൊന്നുമല്ല, ഞാൻ ഇന്നലെ തീരുമാനിച്ചതാ. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ഓ അതാണോ? എങ്കിൽ പോയിക്കോ. എപ്പോഴാ വരിക? തീരുമാനിച്ചിട്ടില്ല, അവൾ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. കുറച്ച് ദിവസം നിന്നിട്ട് വന്നാൽ മതി കേട്ടോ, തിരക്കില്ല. ഓ, അപ്പോൾ എന്നെ ഒഴിവാക്കി കാമുകിയുടെ കൂടെ അടിച്ചു പൊളിക്കാനാവും. ശിവാനി അതും മനസ്സിൽ കരുതി നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ച് നിർത്തി. വേദിക സബ്മിറ്റ് ചെയ്ത ഫയൽ ചെക്ക് ചെയ്യുകയായിരുന്നു ലക്ഷ്. ലക്ഷിൻ്റെ ശ്രദ്ധ മുഴുവനും ഫയലായിരുന്നുവെങ്കിലും അവളുടെ നോട്ടം മുഴുവനും ലക്ഷിലായിരുന്നു. അവൻ ഫയലിൽ നിന്ന് മുഖമുയർത്തിയതും വേദിക അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി. ലക്ഷ് അത് കാണുകയും ചെയ്തു. ഇത് ഓക്കെയാണ്, പിന്നെ ഇതിന്ന് വൈകുന്നേരത്തിന് മുൻപ് റെഡിയാക്കണം. എന്നിട്ടേ അതും കെട്ടിപ്പൊക്കി ഇങ്ങോട്ട് വരണമെന്നില്ല, തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് മുന്നിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ലക്ഷ്മിന് വേദികയുടെ വരവും നോട്ടവും ഇഷ്ടമായില്ല, അതിനൽപ്പം കടുപ്പിച്ച് പറഞ്ഞു. ശരി സർ എന്നും പറഞ്ഞ് ടേബിളിൽ വെച്ചിരിക്കുന്ന ഫയൽസ് എടുക്കാൻ നേരം ലക്ഷ് പകുതി കുടിച്ച് വെച്ചിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ ടേബിളിൽ നിന്ന് വേദിക മനഃപൂർവ്വം അവൻ്റെ മേലേക്ക് തട്ടിയിട്ടു. അവൻ്റെ ഡ്രസ്സിൽ മുഴുവനും അത് വീണിരുന്നു. ബ്ലേസർ മുഴുവനും നനഞ്ഞു. ഛേ, നോൺസെൻസ്, തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? ലക്ഷ് അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു. സോറി സർ, ഞാൻ കണ്ടില്ല. സോറി, ഞാൻ തുടച്ചു തരാം സർ എന്നും പറഞ്ഞു അവളുടെ കർച്ചീഫ് എടുത്ത് അവൻ്റെ ഷർട്ട് തുടച്ചു കൊടുക്കാൻ ഒരുങ്ങിയതും ലക്ഷിൻ്റെ ദേഷ്യം വർദ്ധിച്ചു. എന്തായി കാണിക്കുന്നത്? മാറിക്കേ, ഞാൻ തുടച്ചോളാം. വേണ്ട സർ, ഞാൻ കാരണല്ലേ എന്നും പറഞ്ഞ് വീണ്ടും അവനോടൊട്ടി തുടക്കാൻ തുടങ്ങി. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ലക്ഷ് വീണ്ടും പറഞ്ഞു. അന്നേരമാണ് ശിവാനി ക്യാബിനിൻ്റെ ഡോറും തുറന്ന് അകത്തേക്ക് വരുന്നത്. ശിവാനിയെ കണ്ടതും വേദിക വീണ്ടും അവൻ്റെ ഷർട്ട് തുടച്ചു കൊടുത്തു. ലക്ഷാണെങ്കിൽ ശിവാനി ഇത് കണ്ട് എന്ത് കരുതി കാണും എന്ന ടെൻഷനിലായിരുന്നു. ഇതൊക്കെ കണ്ട് ശിവാനിക്ക് ദേഷ്യവും സങ്കടവും വന്നുവെങ്കിലും അത് പുറത്ത് കാണിക്കാതെ വേദികയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ ഈ ഫയൽ സാറിനെ ഏൽപ്പിക്കാൻ വന്നതാ. അന്നേരമാണ് സാറിൻ്റെ മേലേക്ക് ജ്യൂസ് വീണത്. അപ്പോൾ ഞാൻ മതി പൊക്കോ. ശിവാനി കൈ ഉയർത്തിക്കൊണ്ട് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട വേദിക പോവാനൊരുങ്ങി. ശിവാനിയുടെ മുഖത്ത് ഇഷ്ടക്കേട് വേദികയ്ക്ക് മനസ്സിലായിരുന്നു.
അന്നേരാണ് അവൾ ശിവാനി ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തറയിൽ വീണ ജ്യൂസ് ചവിട്ടി വീഴുന്നത് പോലെ ഭാവിച്ചു ലക്ഷിന്റെ റിവോൾവിംഗ് ചെയറിലേക്ക് വീണത്. ലക്ഷിനെ തൊട്ടില്ല എന്ന മട്ടിലാണ് അവളുള്ളത്. അവളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ ലക്ഷ് കഴുത്ത് പിറകിലോട്ട് വലിച്ചു തന്റെ ചെയറിൽ ചാരിയിരുന്നു. ഇതും കൂടി ആയതോടെ ശിവാനിയുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അവൾ ലക്ഷിന്റെ പിറകിൽ ചെന്ന് ചെയർ പിറകിലോട്ട് വലിച്ചതും വേദിക മൂക്കും കുത്തി താഴെ വീണു. ശിവാനിയുടെ വലിവിന്റെ ശക്തിയിലെ റിവോൾവിംഗ് ചെയർ ഊരുണ്ട് ചുവരിൽ ചെന്ന് ശക്തിയായി ഇടിച്ചു നിന്നു. കൂടെ അവന്റെ തലയും ചുവരിൽ നല്ലപോലെ ഇടിച്ചു. നടുവും തടവും വേദിക എഴുന്നേറ്റുകൊണ്ട് ശിവാനിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, താങ്ക് യു മാഡം. അവിടെ നിന്ന് താളം ചവിട്ടാതെ ഒന്ന് ഇറങ്ങി പോവോ? അത് കേട്ടതും വേദിക ദേഷ്യം പുറത്ത് കാണിക്കാതെ അവിടെ നിന്ന് പോയി. ശിവാനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ശിവാനി തന്റെ നില മറന്നുകൊണ്ട് അങ്ങനെ പെരുമാറിയതൊന്നും അല്ലായിരുന്നു. രാവിലെ തന്നെ ലക്ഷ്യം അവളെ ചോർന്നതിന്റെ മൂഡ് ഓഫിലായിരുന്നു അവൾ ഇപ്പോഴും. ഇതുവരെ ആയിട്ടും ശിവാനിയുടെ പിണക്കം തീർന്നില്ലായിരുന്നു. ശിവാനിയെ വട്ടുപിടിപ്പിക്കുക എന്നത് ലക്ഷ്യന്റെ ഒരു ഹോബിയാണല്ലോ. വൈകുന്നേരം പോവാൻ നേരം പിണക്കം തീർക്കാം എന്നവൻ കരുതിയിരിക്കുമ്പോഴാണ് വേദിക എന്ന മാരണം വന്ന് കയറുന്നത്. ഇന്നത്തോടെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. രാവിലെ അവളെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നവന് തോന്നിപ്പോയി. ഇതിപ്പോൾ രണ്ടും ചേർത്ത് കിട്ടും, ഒരു സംശയമില്ല. ചിലപ്പോൾ പഴയതും മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അതും കൂടി ചേർത്ത് ഇന്നിവൾ മാലപ്പടക്കത്തിന് തിരികൊളുത്തും. അത് മനസ്സിൽ കരുതിയല്ലേ ശിവാനിയെ നോക്കി ചിരിക്കണോ വേണ്ടയോ എന്ന പോലെ നോക്കി. എന്നിട്ട് തല നല്ല പോലെ കൈവച്ചൊഴിഞ്ഞു. അത് കണ്ടിട്ടെങ്കിലും പെണ്ണ് സെന്റിയായി ദേഷ്യം പോയാലോ എന്ന് കരുതി. എവിടെന്ന് ഇതിപ്പോൾ മേപ്പാടം തന്നെ വരേണ്ടി വരുമെന്നാണ് തോന്നണേ. ലക്ഷ്യം ചിന്തിക്കാതിരുന്നില്ല. അന്നേരം ശിവാനി ആണെങ്കിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി സോഫയിൽ പോയിരുന്നു. അത് കണ്ടതും ലക്ഷ് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. ദേഹോപദ്രവം ഒന്നും ഇതുവരെ ഉണ്ടായില്ല. ഡേഞ്ചർ സോൺ മറികടന്നിരിക്കുന്നു. എന്നാൽ ഇനിയൊന്ന് കുറച്ച് സമാധാനിപ്പിക്കാം എന്ന് കരുതിയ ലക്ഷ് അവളുടെ പിന്നാലെ ചെന്നു അവളുടെ അരികിൽ ചെന്നിരുന്നു. അവളെ ഒന്ന് തൊട്ടില്ല എന്ന പോലെ ചുമലിൽ കൈവച്ചതും കലങ്ങിയ കണ്ണുകളോടെ ശിവാനി തിരിഞ്ഞു നോക്കി. അത് പിന്നെ ശിവാനി ജ്യൂസ് ലക്ഷ് അത്രയേ പറഞ്ഞുള്ളൂ. ശിവാനി കടുപ്പിച്ച് നോക്കി. എന്നിട്ട് അവൻ്റെ ബ്ലേസർ അവനിൽ നിന്നും അഴിച്ചു മാറ്റി ഒരേറ് വെച്ചു കൊടുത്തു. ശിവാനി, ഞാൻ പറഞ്ഞതാ തുടക്കേണ്ടെന്ന്. അവൾ കേൾക്കണ്ടേ? ലക്ഷ്യം ഇഷ്കുവായി പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ആകെ ടെമ്പർ തെറ്റി നിൽക്കുവാണ്. അല്ല, നിങ്ങൾക്ക് അവൾ തുടക്കാന്ന് എഴുന്നേറ്റ് പൊക്കൂടായിരുന്നോ? എൻ്റെ ശിവാനി, അതിനുള്ള ഗ്യാപ്പാ കുരിശ് തന്നിട്ട് വേണ്ടേ? പിന്നെ ഞാൻ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴാണല്ലോ നിന്റെ എൻട്രി. പിന്നെ വിശ്വസിച്ചു. ഓക്കെ, അത് പോട്ടെ. അവൾ വീണപ്പോൾ നിങ്ങൾ എന്ത് സ്റ്റാച്ചു ആയിപ്പോയത്? കസേര പിന്നിലോട്ട് വലിച്ച് എഴുന്നേക്കാൻ അറിയാഞ്ഞിട്ടാണോ? അതോ? എൻ്റെ ശിവാനി, നീ ഇങ്ങനെ ചങ്കിക്കൊള്ളണ വാക്കൊന്നും പറയല്ലേ. അന്നേരം എൻ്റെ മനസ്സേ മുഴുവൻ ബ്ലാങ്ക് ആയിരുന്നു. അതാ അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ അവസ്ഥ എന്താവോ എന്തോന്ന് കാര്യം കൊടുത്തേ ഞാൻ ആകെ ഷോക്കേറ്റ പോലെ ആയിപ്പോ ശിവാനി. പക്ഷേ എനിക്കറിയായിരുന്നു ശിവാനിക്ക് എന്നെ വിശ്വാസമായിരിക്കുന്നു. അല്ല ശിവാനി? എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി ഉണ്ടല്ലോ. അതിന് ഒരു കുറവില്ല. ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ അവൾ നിങ്ങളുടെ മടിയിൽ കയറി ഇരുന്നേനെ. നോ ശിവാനി, നീ ഇല്ലെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്തേനെ. ഇയാളുടെ മാനേജിങ് പവറൊക്കെ എനിക്കറിയാം. അത് വിട്. ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ? രാവിലെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന്. അന്നേരം എനിക്ക് ഇത് പറയാൻ വിട്ടുപോയി. ഇപ്പോഴല്ലേ ഓർമ്മ വരുന്നത്. നിങ്ങൾ എൻ്റെ അച്ഛനോട് എന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിച്ച് തരാമെന്ന് ചോദിച്ചന്നേ എന്നോട് കുറേ പഞ്ച് ഡയലോഗ് അടിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ ആവോ? ഞാനൊരു പെണ്ണിനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ, ഒരു പെണ്ണിനെ മാത്രമേ കരയിപ്പിച്ചിട്ടുള്ളൂ, ഒരു പെണ്ണിനെ മാത്രമേ തൊട്ടിട്ടുള്ളൂ, ഒരു പെണ്ണിനെ മാത്രമേ ഉമ്മ വെച്ചിട്ടുള്ളൂ, ഒരു പെണ്ണിനെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. നീ അവസാനം പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തമാശ. അല്ല ശിവാനി, കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് എല്ലാവരും തമാശയാ. ഓരോന്ന് എത്ര സിമ്പിളായിട്ടാണ് കാണുന്നത്. എൻ്റെ ശിവാനി, നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എങ്കിലല്ലേ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഭയക്കേണ്ടതുള്ളൂ. ഞാൻ എൻ്റെ ശിവാനിയുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യാനും പോണില്ല. ഞാൻ എന്തേലും തമാശ പറഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കും. പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റും. ഇല്ലാത്ത ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം അന്നേരം എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണ് പോയി. അത് നീ വിശ്വസിച്ചു. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ തമ്മിൽ കുറച്ച് നേരം സംസാരം നടന്നു. അതിന് നീ ഇങ്ങനെ പിണങ്ങണോ? പിന്നെ ഇപ്പോൾ വന്ന ആ പുരുഷനെ ഞാൻ വൈകാതെ പുറത്താക്കുന്നുണ്ട്. അവളുടെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അതറിഞ്ഞ ശേഷം ചെവിക്കല്ല് നോക്കി പൊട്ടിച്ചിട്ടേ നമുക്ക് അവളെ പറഞ്ഞു വിടാം. ആദ്യത്തെ അടിയുടെ ചാൻസ് നിനക്കാണ് ശിവാനി. യു ഷുഡ് നെവർ വേസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ഓക്കെ? അവളുടെ കോപ്രായം കണ്ടിട്ട് എനിക്ക് നിങ്ങളെ സംശയം തോന്നിയിട്ടൊന്നുമില്ല, തോന്നാനും പോണില്ല. പക്ഷേ രാവിലെ തന്നെ എന്നെ പറ്റിച്ചില്ലേ, അതാണ് എനിക്ക് ദേഷ്യം വന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഊട്ടി, അത് ഞാൻ നിന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞില്ലേ, അത് പറ്റിച്ചതാ. നമുക്ക് പോവാന്നേ. അപ്പോൾ സ്വർണം അത് പിന്നെ പറ. അതും നിനക്ക് തന്നെ വാങ്ങിയതാ. ഞാൻ കുറേ മുൻപേ ഓർഡർ കൊടുത്തതായിരുന്നു, സർപ്രൈസായി തരാന്ന് കരുതി. പക്ഷേ നീ എല്ലാം കൊളാക്കിയില്ലേ. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സ്വർണം. എങ്കിൽ നമുക്ക് വേദികൾക്ക് കൊടുത്താലോ?
ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ എന്തിനാ മറ്റുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് പറയുന്നത്? എനിക്കത് ഇഷ്ടമല്ല, അത് സംശയം ഉണ്ടായിട്ടല്ല. എന്തോ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, നിന്റെ മാത്രം കുഴപ്പമില്ല. നീ ഏർപ്പെടുന്ന പെൺജനതയുടെ പൊതുവായൊരു സ്വഭാവമാണ്. ലീവ് ഇറ്റ്. ആണോ? എന്നാൽ ഞാൻ പോയി വല്ലവൻ്റെ മടിയിൽ കയറിയിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? ലീവ് ഇറ്റ് എന്ന് പറയോ? നിന്റെ മുട്ടുകാലി തല്ലിയൊടിക്കും ഞാൻ. ലക്ഷ്യൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി പറഞ്ഞു. കണ്ടോ, നിങ്ങൾ ആണുങ്ങൾക്ക് എന്തുവാ അന്നേരം എല്ലാവരും തമാശ. നമ്മൾ പെണ്ണുങ്ങൾ എന്തേലും ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റായി മാറും. പെണങ്ങല്ലേ ശിവാനി, നീ എൻ്റേതല്ലേ, എൻ്റേത് മാത്രം. അതിനിടയിൽ വേറൊരാൾ നിന്നെ നോ. ഓക്കെ, ലീവ് ഇറ്റ്. അല്ല ശിവാനി, നീ ഇന്ന് വീട്ടിൽ പോണില്ലേ? അത് കേട്ട ശിവാനി അവനെ ദേഷ്യത്തോടെ നോക്കി. എൻ്റെ ശിവാനി, ഈ ഭംഗിയുള്ള മുഖത്തിന് ഈ ഭാവം ഒട്ടും ചേരില്ല. നീ ഇങ്ങ് വന്നേ, ഞാൻ നിന്നെ മൂക്കുത്തി അണിഞ്ഞ് ശരിക്കൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. അന്നേരം ശിവാനി ചുണ്ട് കൂർപ്പിച്ച് അവരെ നോക്കിയതും ലക്ഷ് പറഞ്ഞു, എൻ്റെ ശിവാനി, എൻ്റെ കൺട്രോൾ കളയല്ലേ. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടിട്ടേ സഹിക്കണില്ല, കഴിച്ചെടുക്കും ഞാൻ. ശിവാനി, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? എന്തിന്? അല്ല, ചുമ്മാ സംസാരിക്കാലോ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. എന്നാ ഊട്ടിക്ക് പോയാലോ? ഊട്ടിയെ പറ്റി ഇനി നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾ എപ്പോൾ വേണേലും വാ. എൻ്റെ മൂഡ് മൊത്തം പോയി എന്ന് പറഞ്ഞവളെ അവിടെ നിന്ന് പോവാനിറങ്ങി. ശിവാനി, അപ്പോൾ ഊട്ടി നമുക്ക് പോവാന്നേ, ലക്ഷ്യ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പോയാൽ നിങ്ങളെ കൊന്നേ ഞാൻ ജയിലിൽ പോകും. എന്നൊരു കൊലപാതകയാക്കരുത്. ശിവാനി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ശിവാനി, ഉമ്മ. ഞാൻ പെട്ടെന്ന് വരാട്ടോ. നമുക്ക് ഇന്നലെ നിർത്തിയെടുത്ത് തുടങ്ങണ്ടേ? ഇനി ഇന്നലെ അങ്ങനെ കണ്ടിട്ടേ എനിക്ക് മതിയായില്ല. ലക്ഷ് വീണ്ടും അവളെ എരികയറ്റി. അതോടെ ശിവാനി സഹിക്കെട്ട് ദേഷ്യത്തിൽ അവൻ്റെ അരികിലേക്ക് നടന്നു. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. ചുറ്റും നോക്കി. ഫ്ലവർ വേസ് കണ്ട് എടുക്കാൻ പോയെങ്കിലും അതിൻ്റെ വലിപ്പം കണ്ട് പിന്നെ തിരിഞ്ഞു നടന്നു. അവളുടെ ആ പോക്ക് കണ്ട് ലക്ഷ്യം ഒരു നിമിഷം പേടിച്ചു പോയെങ്കിലും വെറും കൈയോടെ അവൾ തിരികെ വന്നപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. അവൻ്റെ കൈവിരലുകൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലെ 108 അമരാനിരുന്നതുമാണ്. ഭാഗ്യം ഞെക്കിയില്ല. ശിവാനി അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ്റെ ഷർട്ടിലെ ബട്ടൺ വലിച്ചു പൊട്ടിച്ചു. അവൻ്റെ നെഞ്ചിൽ അവരുടെ ദേഷ്യം തീരുന്നതുവരെ കടിച്ചു പറിച്ചു. അത്രത്തോളം വേദന തോന്നിയിട്ടും അന്നേരം അവൻ ഒരക്ഷരം മിണ്ടാതെ അവൾക്ക് മുന്നിൽ നിന്ന് കൊടുത്തു. വേദന സഹിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവളുടെ സങ്കടം ഇരട്ടിച്ചു. അവനെ പിടിച്ചു തള്ളി കരയാൻ തുടങ്ങി. താൻ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും വേദനിപ്പിച്ചിട്ടും തനിക്ക് നേരെ ഒന്ന് മുഖം കറുപ്പിച്ചു ഒരു വാക്ക് പോലും പറയാതെ ഒരു ചെറുചിരിയാലെ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യത്തെക്കാൾ ഉപരി വിഷമാണ് തോന്നിയത്. താൻ ആദ്യം കണ്ട ലക്ഷ് മഹാദേവനിൽ നിന്നും ഒരുപാട് മാറിയ ലക്ഷ് മഹാദേവനാണ് ഇപ്പം തനിക്ക് മുന്നിൽ നിൽക്കുന്നുള്ളതെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മുന്നിൽ ഒന്നും മിണ്ടാതെ തമാശ കളിച്ച് നടക്കുന്ന ലക്ഷിനെ അവൾക്ക് വേണ്ടായിരുന്നു. കാര്യപ്രാപ്തിയില്ലാതെ റൊമാൻസ് കളിച്ച് നടന്നാൽ ശരിയാവില്ല. മറ്റെന്തിനേക്കാളും തൻ്റെ പാഷനെയും പ്രൊഫഷനെയും സ്നേഹിച്ച ലക്ഷ് ഇന്ന് തനിക്ക് മുന്നിലെല്ലാം മറന്നിരിക്കുന്നു. അങ്ങനെ സംഭവിച്ച ബിസിനസ് മേഖലയിൽ ഇത്രയും നാൾ സ്വന്തമാക്കിയ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. ഇന്ന് കാണുന്ന എല്ലാം അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. മുൻപ് പറഞ്ഞതുപോലെ ലക്ഷ് മഹാദേവന് എന്നും ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും ബിസിനസ്സും ആയിരിക്കണം. അത് കഴിഞ്ഞുള്ള സ്ഥാനം തനിക്ക് കിട്ടിയാൽ മതി. അതും മനസ്സിൽ കരുതി ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ദൈവമേ, ഇത് നാഗവല്ലിയുടെ ന്യൂ വേർഷൻ ആണെന്ന് തോന്നുന്നു. നാഗവല്ലി 2.0. ശിവാനി വല്ലി എന്ന് പേരിടേണ്ടി വരുമെന്നാണ് തോന്നണേ. പേര് കൊള്ളാം. എൻ്റെ നെഞ്ച് തകർച്ച് കളഞ്ഞു ദുഷ്ടത്തി. ഇവൾ ഇത്രയ്ക്ക് ഓവർ സ്മാർട്ടാണെന്ന് അറിഞ്ഞില്ല. ആദ്യം കണ്ടപ്പോഴേ ഒരു പാവം പൂച്ചക്കുഞ്ഞാണെന്ന് തോന്നിയത്. പക്ഷെ ഇപ്പോഴല്ല അറിയണത് സിംഗപ്പെണ്ണാണ് സിംഗപ്പെണ്ണ്. പെണ്ണൊന്ന് ട്രാക്കിൽ വന്നതായിരുന്നു. ഞാനായിട്ട് തന്നെ എല്ലാം നശിപ്പിച്ചു. ഇനി വീണ്ടും കഞ്ഞി കുടിച്ച് കഴിയാം. അതും പറഞ്ഞ് അവൻ റിവാർഡിംഗ് ചെയറിൽ കണ്ണടച്ച് കിടന്നു. ശിവാനി എന്ന് കാണിച്ച ദേഷ്യം മുഴുവനും അനിയനെ കാണാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്തത് കൊണ്ടാണെന്ന് ലക്ഷ്മൺ അറിയായിരുന്നു. അനിയൻ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അവനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടതിൽ തന്നോട് നേരത്തെ ഒരു പരിഭവം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ താൻ നിരപരാധിയാണ്. ശ്രാവണിനോട് ഇവിടെ തങ്ങളുടെ കൂടെ നിന്ന് ഇവിടെ തന്നെ നല്ലൊരു സ്കൂളിൽ പഠിക്കാം എന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവൻ അടുത്തുണ്ടായ ചേച്ചി ചേട്ടൻ്റെ കൂടെ വരാൻ കൂട്ടാക്കില്ല. ചേച്ചി ജീവിക്കാൻ മറന്നു പോവും. അത് വേണ്ട. ചേച്ചിയെ പിരിയുന്നതോർത്ത് എനിക്ക് ചെറിയ വിഷമമൊന്നുമല്ല, നല്ല വിഷമമുണ്ട്. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. ചേച്ചി ചേട്ടൻ്റെ കൂടെ സുരക്ഷിതയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കരയിപ്പിക്കല്ലേ ചേട്ടാ, എൻ്റെ ചേച്ചിയെ പാവാണ്. ശ്രാവൺ പോവാൻ നേരം തന്നോട് പറഞ്ഞത് ലക്ഷ്മിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ചേച്ചി ഇത്രയും സ്നേഹിക്കുന്ന ഒരു അനിയനെ കിട്ടിയ ശിവാനി എത്ര ഭാഗ്യവതിയാണെന്ന് അവൻ ചിന്തിച്ചു പോയി. ഇനിയിപ്പോൾ അവളുടെ ബാധ ഒഴിപ്പിക്കാൻ മേപ്പാടനും കത്തനാരും ഒന്നും വന്നിട്ട് കാര്യമുണ്ടാവില്ല. ഇതൊരു മുന്തിയ ഇനം ബാധയാണ്. പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോയില്ല. ഇതൊഴിവാക്കാൻ അങ്ങ് ഊട്ടിയിലേക്ക് തന്നെ വണ്ടി കയറിയേ പറ്റൂ.
അവിടുത്തെ ഫേമസ് സ്കൂളായ ഗുഡ് ഷെഫേർഡ് ഇൻ്റർനാഷണൽ സ്കൂളിലെ മുറ്റത്ത് വല്ല പാൽമരം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ആണിയടിച്ച് ബന്ധിപ്പിച്ചാലേ അവളൊന്ന് ഓക്കെ ആവുള്ളൂ എന്ന് ലക്ഷ്യന് മനസ്സിലായതും അവൻ പിറ്റേന്ന് തന്നെ ശിവാനിയും കൊണ്ട് ഊട്ടിയിലേക്ക് പറന്നു. അനിയനെ കണ്ടപ്പോൾ ശിവാനിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. സ്കൂളിൽ പെർമിഷനും എടുത്ത് 2 ദിവസം ശ്രാവണിനെ കൊണ്ട് ഇരുവരും അവിടെ ചുറ്റിയടിച്ചു. അവനെ തിരികെ അവിടെയാക്കി പോന്നതും ശിവാനിയുടെ മുഖം വാടി. അതോടെ കൊടൈക്കനാലിൽ പോയി ചിന്ന ഹണിമൂണും ആശിച്ചു മോഹിച്ച ഫസ്റ്റ് നൈറ്റും ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് കരുതിയ ലക്ഷ് ശിവാനിയുടെ താല്പര്യക്കുറവ് കണ്ട് വേണ്ടെന്ന് വെച്ച് തിരികെ നാട്ടിലേക്ക് മടങ്ങി. അവിടുന്ന് മടങ്ങുമ്പോൾ ശിവാനിയുടെ മനസ്സ് നിറയെ അടുത്ത മാസം ലീവിന് അവൻ വരുന്നതും അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അവനെ സന്തോഷിപ്പിക്കുന്നതൊക്കെയായിരുന്നു. ശിവാനി അവന് ചേച്ചി മാത്രമായിരുന്നില്ല, അമ്മ കൂടിയായിരുന്നു. ജനിച്ചു വീണപ്പോൾ തൊട്ട് അവളായിരുന്നു അമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ കൊടുത്ത് ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിച്ച് വളർത്തിയത്. അതാണ് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്. അച്ഛനുണ്ടായിരുന്നപ്പോൾ ശിവാനി അവനെ പിരിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും ഇപ്പം അവനെ തനിച്ചാക്കിയ അവന് ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് തോന്നിയേക്കാം. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും തന്നെ ഒറ്റക്കാക്കിയല്ലോ എന്ന് ചിന്തിച്ചേക്കാം. അതവൻ്റെ മനസ്സിനെയും പഠനത്തെയും ബാധിച്ചേക്കാം എന്നതൊക്കെയും ശിവാനിക്ക് തോന്നാതിരുന്നില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ചിന്തകളെ അവഗണിച്ചു കണ്ണടച്ച് സീറ്റിൽ ചാരിയിരുന്നു. ദിവസങ്ങളെ പിന്നെയും പോയിക്കൊണ്ടിരുന്നു. ശിവാനി യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. എന്നും ഓഫീസിൽ പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ മടങ്ങിയിരുന്നു. ലക്ഷ് 7 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുന്നത്. ഒരു ദിവസം ശിവാനി ഒരു സ്റ്റാഫുമായി എന്തോ സംഭാഷണത്തിലായിരുന്നു. അന്നേരമാണ് ലക്ഷിൻ്റെ മെസ്സേജ് വരുന്നത്. അവൾ ശ്രദ്ധിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റോർ റൂമിലേക്ക് പെട്ടെന്ന് വരണം, ഇറ്റ്സ് അർജൻറ്റ് എന്ന് മാത്രമായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത്. അത് കണ്ടതും ശിവാനി ലക്ഷ്യം എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് കരുതി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നു. എന്നാൽ അവളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. എന്തിനായിരിക്കും അവൻ സ്റ്റോർ റൂമിലേക്ക് പോയിട്ടുണ്ടാവുക? അവിടേക്ക് അങ്ങനെ ആരും പോവാറില്ല. അതുമല്ല, അവിടെ കാർ പാർക്കിംഗ് ഏരിയ അല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മെസ്സേജ് വന്നത് ലക്ഷ്യൻ്റെ നമ്പറിൽ നിന്നാണല്ലോ എന്ന് കരുതി ശിവാനി ആ സ്റ്റാഫിനോട് താൻ സ്റ്റോർ റൂമിലേക്ക് പോകുകയാണെന്നും പറഞ്ഞ് നടന്നു നീങ്ങി. ഇതേസമയം തൻ്റെ ക്യാബിനിൽ ചെന്ന ലക്ഷ് ശിവാനിയെ കാണാതെ അവളെ അന്വേഷിച്ചു അവിടെ നിന്ന് ഇറങ്ങി.